ഹായ് ഹലോ നമസ്കാരം. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെറിയൊരു ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നോക്കിയേ, ബോർഡിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. യു ഹാഡ് ബെറ്റർ ഡാഷ് ഇറ്റ് നൗ. 4 ഓപ്ഷൻസ് കിടപ്പുണ്ട്. ടു ഡു, ഡു, ഡൂയിങ്, ഡണ്ണ്. അപ്പോൾ ഹാഡ് ബെറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം പറയാൻ പോകുന്നത്. ഹാഡ് ബെറ്റർ. അതിനു മുമ്പ് ഹാഡ് ബെറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് കേട്ടോണേ. അഡ്വൈസ്, വാർണിങ്, സജഷൻ. ഒരു ഉപദേശമോ നിർദ്ദേശമോ ഒക്കെ ഒരു മുന്നറിയിപ്പോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. ഹാഡ് ബെറ്റർ. അപ്പോൾ ഈ ഹാഡ് കാണുമ്പോൾ നമുക്കൊരു തോന്നൽ വരും, ഹാഡിന് ശേഷം വെർബിൻ്റെ തേർഡ് ഫോം അല്ലേ? അല്ല, ഒരു കാരണവശാലും ഹാഡുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യേണ്ട. അഡ്വൈസ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഹാഡ് ബെറ്റർ ഓർ ഹാഡ് ബെറ്റർ നോട്ട്, അതിൻ്റെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഹാഡ് ബെറ്റർ ആണെങ്കിലും ഹാഡ് ബെറ്റർ നോട്ടാണെങ്കിലും അതിനുശേഷം വെർബിൻ്റെ ബേസ് ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. വെർബിൻ്റെ ബേസ് ഫോം V1 ഫോം, അതായത് SORES ഇല്ലാത്ത, ING വരാത്ത, DORED ഇല്ലാത്ത ഫോമുകളാണ് വെർബിൻ്റെ ബേസ് ഫോമായിട്ട് കാണേണ്ടത്. ഇപ്പോൾ ഈറ്റ്, റണ്ണ്, സ്വിമ്മ്, ഡ്രൈവ്, ഈ സംഗതികളാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ യു ഹാഡ് ബെറ്റർ ഡാഷ് ഇറ്റ് നൗ. അപ്പോൾ വെർബിൻ്റെ ബേസ് ഫോം. അപ്പോൾ നമുക്കൊരു തോന്നലാണ്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടു ഉപയോഗിക്കണ്ടേ? ടു ഉപയോഗിച്ചില്ല, യു ഹാഡ് ബെറ്റർ ടു ഉപയോഗിക്കണ്ടേ? തെറ്റാ. ഒരു കാരണവശാലും ഹാഡ് ബെറ്ററിന് ശേഷം എന്ത് ഉപയോഗിക്കരുത്? ഒരു തരത്തിലുമുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു തരത്തിലുമുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കരുത്. ഹാഡ് ബെറ്റർ അല്ലെങ്കിൽ ഹാഡ് ബെറ്റർ നോട്ട്. ഹാഡ് ബെറ്റർ നോട്ട് കഴിഞ്ഞ് വെർബിൻ്റെ ബേസ് ഫോം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാ ബേസ് ഫോമിലുള്ളത്? ആരാണ്? ഡു. അപ്പോൾ യു ഹാഡ് ബെറ്റർ ഡു ഇറ്റ് നൗ. യു ഹാഡ് ബെറ്റർ. ഇപ്പോൾ നമ്മൾ ഒരാളെ ഉറങ്ങാതിരിക്കുക, കുറച്ച് ദിവസങ്ങളായിട്ട് അയാൾക്ക് ഉറക്കമൊന്നുമില്ല, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ യു ഹാഡ് ബെറ്റർ സ്ലീപ്പ് വെൽ. നീ നന്നായിട്ട് ഉറങ്ങുന്നതാണ് നല്ലത്. നന്നായിട്ട് ഉറങ്ങുന്നതാണ് നിനക്ക് നല്ലത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അങ്ങനെ, നന്നായി ഉറങ്ങുന്നതാണ് നിനക്ക് നല്ലത്. അപ്പോൾ ഒരിടത്ത് നമ്മൾ പോകരുതെന്ന് പറയാം, അവിടെ നീ പോകാൻ പാടില്ല. അപ്പോൾ എങ്ങനെ പറയും? യു ഹാഡ് ബെറ്റർ, യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ ദെയർ. നോട്ട് ഗോ. അപ്പോൾ നോട്ടിന് ശേഷം ഞാൻ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തോ? ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഹാഡ് ബെറ്റർ ആണെങ്കിലും ഹാഡ് ബെറ്റർ നോട്ടാണെങ്കിലും അതിനുശേഷം എന്ത് യൂസ് ചെയ്യുക? വെർബിൻ്റെ ബേസ് ഫോം യൂസ് ചെയ്യുക. ആ ഹാഡ് ബെറ്ററിനും വെർബിൻ്റെ ബേസ് ഫോമിനിടയ്ക്ക് എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ഒരു പ്രിപ്പോസിഷൻ. ഒരു പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ടുവോ, അറ്റോ, ഇന്നോ, അങ്ങനെ ആരെയും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ കൂടുതൽ ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇത്തരത്തിലൊരു പുതിയ ടിപ്പുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.